എല്ലാവർക്കും വീണാനാദം പരിപാടിയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് വീണയിൽ നമ്മൾ ഇതുവരെ പഠിച്ച അഭ്യാസഗാനങ്ങൾ എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുക. ഈ സാധകം ചെയ്യുമ്പോൾ 3 കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. ഒന്ന്, നമ്മൾ വായിക്കുന്ന സ്വരങ്ങൾ. 2, കാലപ്രമാണം, അതായത് ഒരു സ്വരത്തിൻ്റെ ദൈർഘ്യം എത്ര ഉണ്ടോ എന്നുള്ളത് എല്ലാ സ്വരങ്ങൾക്കും അതേ അളവ് വെച്ച് വായിക്കണം. ഇതിനെ അക്ഷരകാലം എന്നാണ് പറയുക. ഈ അക്ഷരകാലം ശരിയായതിനു ശേഷം കാലപ്രമാണം ശരിയാക്കുക. അതായത് ഒരു താളവട്ടത്തിൽ 32 അക്ഷരം അല്ലെങ്കിൽ 16 അക്ഷരം അല്ലെങ്കിൽ 8 അക്ഷരം ഉണ്ടെങ്കിൽ ഈ 8 അക്ഷരത്തിന് ഒരേ അളവിൽ ഒരേ സമയ അളവിൽ ഒരു താളവട്ടം മുഴുവൻ വായിക്കുന്നതാണ് നമ്മൾ കാലപ്രമാണം എന്ന് പറയുന്നത്. അതായത് ആദ്യം മുതൽ അവസാനം വരെ ഒരേ ടെമ്പോയിൽ പോകണം. ഇത് രണ്ടാമത്തെ കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മൂന്നാമത്തേത്, നമ്മൾ വായിക്കുന്ന പാഠം എങ്ങനെയാണോ പഠിച്ചത് അതുപോലെ തന്നെ വായിക്കുക. പിന്നെയുള്ള കാര്യം, 1-ാം കാലം 2-ാം കാലം എന്നുള്ള 2 സ്പീഡിലാണ് ഓരോന്നും വായിക്കുക. നമ്മൾ ആദ്യം പഠിച്ച സരളി വരിശകൾ, പിന്നെ ജണ്ട വരിശകൾ, മധ്യസ്ഥായി വരിശകൾ, സപ്തതാള അലങ്കാരങ്ങൾ, പിന്നെ ഗീതങ്ങൾ, സ്വരജതി, ജതിസ്വരം, പിന്നെ ഈ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച മോഹനരാഗത്തിലുള്ള വർണ്ണം. ഈ പാഠങ്ങളെല്ലാം 1-ാം കാലത്തിലും 2-ാം കാലത്തിലും താളമിട്ട് പറഞ്ഞ് അതേ അളവിൽ അതേ കാലപ്രമാണത്തിൽ അതേ രീതിയിൽ എല്ലാ പാഠങ്ങളും വായിച്ച് പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെ ചെയ്താൽ ഈ വർണ്ണങ്ങൾ കഴിഞ്ഞിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന കീർത്തനങ്ങൾ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഓരോ രാഗത്തിലെ ഓരോ കീർത്തനം വായിക്കുക എന്നുള്ളത്. അപ്പോൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എങ്ങനെ പ്രാക്ടീസ് ചെയ്യണമെന്ന് നമ്മൾ ആദ്യം മുതലേ നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ച സരളി വരിശകൾ 8ഉം 4ഉം 4ഉം എന്നുള്ള അളവിലാണ് പഠിച്ചത്. അതായത് 8 അക്ഷരം ലഘുവിൽ, 4 അക്ഷരം ഒരു ധൃതവും, പിന്നെ ഒരു 4 അക്ഷരം ഒരു ധൃതം. സ രി ഗ മ പ ദ നി സ സാ നി ദ പ മ ഗ രി സ. ഇതാണ് നമ്മൾ ആദ്യം പഠിച്ച വരിശ. ഇതിപ്പോൾ 1-ാം കാലത്തിൽ ഒരു വിരലിന് 2 അക്ഷരം വെച്ചിട്ടാണ് നമ്മൾ പാടിയത്. അങ്ങനെയാണ് സരി ഗമ പദ നിസ സാനി ദാപ മഗ റിസ. ഇതിൻ്റെ സ്പീഡ് നേരെ ഇരട്ടിയാക്കിയിട്ട് 2-ാം കാലം സരി ഗമ പദ നിസ സാനി ദാപ മഗ റിസ സരി ഗമ പദ നിസ സാനി ദാപ മഗ റിസ. ഇത് 2-ാം കാലം. ഈ വർഷ വായിച്ചു കഴിഞ്ഞിട്ട് അടുത്ത വർഷ സരി 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 ഗമ സരി ഗമ പദ നിസ സാനി 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 ദാപ സാനി ദാപ മഗ റിസ സരി 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 ഗമ സരി ഗമ പദ നിസ സാനി 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 ദാപ സാനി ദാപ മഗ റിസ. ഇത് 2-ാമത്തെ വർഷ 2 കാലം. ഇങ്ങനെ ഓരോ വർഷയും 1-ാം കാലം ഒരു പ്രാവശ്യവും 2-ാം കാലം 2 പ്രാവശ്യം വെച്ചിട്ട് മാറി മാറി വായിച്ച് പോവുക.
അത് ആദ്യത്തെ 2 സ്വരം ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ഈ രീതിയിൽ വരിശകളെല്ലാം പ്രാക്ടീസ് ചെയ്യാം. ഇങ്ങനെ ഒന്നാം കാലം ഒരു പ്രാവശ്യവും അതേ കാലപ്രമാണത്തിൽ രണ്ടാം കാലം 2 പ്രാവശ്യം വായിച്ചിട്ട് അടുത്ത വർഷം വീണ്ടും ഒന്നാം കാലത്തിലേക്ക് മാറുക. അങ്ങനെ കാലപ്രമാണം മാറ്റാതെ കാലം, അതായത് സ്പീഡ് മാറ്റിയിട്ട് വായിക്ക് പഠിക്കുക. അത് ആദ്യം താളമിട്ട് പറഞ്ഞ് പഠിച്ചിട്ട് പിന്നെ വീണയിൽ വായിക്കുക. ഇങ്ങനെയാണ് വീണ പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഇനി സരളി വർഷ, ജണ്ടവർഷ, മധ്യസ്ഥായ വർഷ, അലങ്കാരം വരെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാം. ഗീതം മുതലുള്ളത് ഇതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യാം. അവിടെയും രൂപകതാളത്തിലുള്ള ഒരു ഗീതമുണ്ടെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് വരവീണ മൃദുപാണി എന്നുള്ള മോഹനരാഗത്തിലുള്ളൊരു ഗീതം നമ്മൾ പഠിച്ചിട്ടുണ്ട്. രൂപകതാളത്തിലാണ്, അതായത് 2 അക്ഷരം 2 അക്ഷരം 2 അക്ഷരം ഒരു താളവട്ടത്തിൽ. ഇങ്ങനെയാണ് നമ്മൾ ഒന്നാം കാലം പഠിച്ചത്. വരവീണ മൃദുപാണി വാനരുഹലോചനരാണി സുരുചിരവംബരവേണി സൂരനുത കല്യാണി. ഇങ്ങനെയാണ് ഒന്നാം കാലം. ഇതേ കാലപ്രമാണത്തിൽ, അതായത് ഈ ബീറ്റിൻ്റെ ടെമ്പോ മാറാതെ ഒരു അടിക്ക് 4 അക്ഷരം വെച്ചിട്ട് സ്പീഡ് ഇരട്ടാക്കുക. വരവീണ മൃദുപാണി വാനരുഹലോചനരാണി സുരുചിരവംബരവേണി സുരനുത കല്യാണി. ഇതാണ് രണ്ടാം കാലം. ഇത് വീണയിൽ ഇതുപോലെ തന്നെ കാലപ്രമാണത്തിൽ സ്വരം വായിക്കുന്ന രീതി മാറ്റാതെ സ്പീഡ് മാത്രം കൂട്ടി രണ്ടാം കാലത്തിൽ താളം ഇടേണ്ട സ്ഥലത്ത് ഇട്ടുക. അതായത് ഒന്നാം കാലത്തിൽ ഒരടിക്ക് 2 അക്ഷരം വെച്ചിട്ടാണെങ്കിൽ രണ്ടാം കാലം വായിക്കുമ്പോൾ ഒരടിക്ക് 4 അക്ഷരം വെച്ചിട്ട് വായിക്കും. ഈ ഗീതത്തിൻ്റെ ഇത്രയും ഭാഗം, ആദ്യ ഭാഗം നമുക്ക് രണ്ടാം കാലം വായിച്ച് കേൾപ്പിക്കാം. ആദ്യം ഒന്നാം കാലം വായിച്ചിട്ട് പിന്നെ രണ്ടാം കാലം.
ഒന്നാം കാലം രണ്ടാം കാലം താളമിട്ട് ഒരേ കാലപ്രമാണത്തിൽ വായിച്ച് പ്രാക്ടീസ് ചെയ്യേണ്ട രീതി. ഇങ്ങനെ എല്ലാം നമ്മൾ ഇതുവരെ പഠിച്ച എല്ലാ പാഠങ്ങളും ഏത് താളമായാലും, ത്രിപുട താളമായാലും ആദിതാളമായാലും രൂപക താളമായാലും ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യണം. ഇങ്ങനെ ചെയ്താൽ ഒരുപാട് ഗുണങ്ങളുണ്ട് നമുക്ക് ഭാവിയിൽ കീർത്തനങ്ങൾ പാടുമ്പോഴും അല്ലെങ്കിൽ നിരവൽ സ്വരം ഒക്കെ വായിക്കുമ്പോഴൊക്കെ. അപ്പോൾ വീണ വായിക്കുമ്പോൾ ആദ്യം ഒരേ കാലപ്രമാണത്തിലെ താളം ഇട്ട് ആ പാഠം പറഞ്ഞ് അതിൻ്റെ രണ്ടാം കാലം കൂടി അതേ താളത്തിലിട്ട് പറയുക, അതേ കാലപ്രമാണത്തിലിട്ട് പറയുക. അതുപോലെ തന്നെ വീണയിൽ താളം ഇട്ട് വായിക്കുക. വീണ വായിക്കുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ ബേസിക് കാര്യങ്ങൾ ഈ 2 വിരൽ കൊണ്ട് മാറി മാറി നീട്ടുക, 8-4-4 താളമിടുക, ആരോഹണ ക്രമത്തിൽ വായിക്കുമ്പോൾ വിരൽ ചേർത്ത് വയ്ക്കുക, അവരോഹണ ക്രമം വായിക്കുമ്പോൾ അടുത്തടുത്ത സ്വരങ്ങൾ വിരൽ പിരിച്ചു വയ്ക്കുക, ജണ്ടവർഷ വായിക്കുമ്പോൾ ആരോഹണത്തിൽ ആദ്യം പിരിച്ചു വെച്ച് അടിച്ചു വായിക്കുക, അവരോഹണ ക്രമം വായിക്കുമ്പോൾ ആദ്യം ചൂണ്ടുവിരലും പിന്നെ നടുവിരൽ വെച്ച് വായിക്കുക. ഇത്രയും കാര്യങ്ങൾ ഓർത്തിട്ട് ഓരോ പാഠവും ഒന്നാം കാലം രണ്ടാം കാലം വായിച്ച് പ്രാക്ടീസ് ചെയ്യണം. ഇനി നമ്മൾ വർണ്ണങ്ങളിലേക്ക് വരുമ്പോൾ നമ്മൾ വർണ്ണങ്ങളിൽ 2 കള ആദിതാളത്തിലാണ് നമ്മൾ ആദ്യം പഠിച്ച മോഹനവർണ്ണം. അതായത് ഓരോന്നും 2 പ്രാവശ്യം കാണിക്കുക. ഗ ഗ രീ സ സ രി രി ഗ ഗ രി രി സ രി ഗ രി സ രി സ ദ സ രി ഗ പ ഗ രി സ രി. ഇതിൻ്റെ രണ്ടാം കാലം ഗ ഗ രി സ സ രി രി ഗ ഗ രി രി സ രി ഗ രി സ രി സ ദ സ രി ഗ പ ഗ രി സ രി ഗ ഗ രി സ സ രി രി ഗ ഗ രി രി സ രി ഗ രി സ രി സ ദ സ രി ഗ പ ഗ രി സ രി. ഇത് ഒരു താളവട്ടം. ഇത് രണ്ടാം കാലം വായിച്ച ഉടനെ അടുത്ത താളവട്ടം ഒന്നാം കാലം വായിക്കുക. ഒന്നുകൂടി ഞാൻ രണ്ടാം കാലം പാടിയിട്ട് അടുത്ത താളവട്ടം ഒന്നാം കാലത്തിലേക്ക് മാറ്റി പാടാം. ഗ ഗ രി സ സ രി രി ഗ ഗ രി രി സ രി ഗ രി സ രി സ ദ സ രി ഗ പ ഗ രി സ രി ഗ ഗ രി സ സ രി രി ഗ ഗ രി രി സ രി ഗ രി സ രി സ ദ സ രി ഗ പ ഗ രി സ രി ഗ പ ഗ ഗ രി സ രി ഗ രി രി സ ദ സ രി ഗ രി ഗ പ ഗ പ ദ പ ദ സ ദ പ ഗ ദ പ ഗ രി ഗ പ ഗ ഗ രി സ രി ഗ രി രി സ ദ സ രി ഗ രി ഗ പ പ ദ സ ദ പ ഗ ദ പ ഗ രി ഗ പ ഗ ഗ രി സ രി ഗ രി രി സ ദ സ രി ഗ രി ഗ പ ദ പ ദ സ ദ പ ഗ ദ പ ഗ രി. ഇത് വീണയിൽ വായിച്ചു നോക്കാം. ഇങ്ങനെ വർണ്ണം, അതിന് മുമ്പുള്ള ജതിസ്വരം, സ്വരജതി, ഇതെല്ലാം 2 കാലം, ഒന്നാം കാലം ഒരു പ്രാവശ്യം, അതിൻ്റെ രണ്ടാം കാലം 2 പ്രാവശ്യം
പിന്നെ അടുത്ത താളവട്ടത്തിൻ്റെ 1-ാം കാലം, അതിൻ്റെ 2-ാം കാലം, ഇങ്ങനെ മാറി മാറി പ്രാക്ടീസ് ചെയ്താൽ കാലപ്രമാണത്തിൽ നമുക്ക് ഒരു ഉറപ്പ് കിട്ടും. ഒരു ഉറച്ച കാലപ്രമാണത്തിൽ എല്ലാ പാഠങ്ങളും വായിക്കാൻ പറ്റും. അത് അവരവർ ഇൻഡിവിജ്വലായിട്ട് വീട്ടിലിരുന്ന് ഈ സ്വരങ്ങളെല്ലാം ഒരേ കാലപ്രമാണത്തിൽ ആദ്യം താളമിട്ട് പറഞ്ഞ് അതുപോലെ വീണയിൽ വായിക്കാൻ ശ്രമിക്കണം. ഇതാണ് ഏറ്റവും നല്ല രീതി പ്രാക്ടീസ് ചെയ്യുമ്പോൾ. അതുകൊണ്ട് എല്ലാവരും ഇതുവരെ നമ്മൾ പഠിച്ച എല്ലാ പാഠങ്ങളും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് കാണാൻ പാഠം പഠിച്ചു വെക്കുന്നത് വളരെ നല്ലതാണ്. വെറുതെ ഇരിക്കുമ്പോൾ ഒരു 10 മിനിറ്റ് ഏതെങ്കിലും ഒരു താളവട്ടം അല്ലെങ്കിൽ ഒരു പല്ലവിയുടെ ഒരു വർണ്ണത്തിൻ്റെ പല്ലവി അല്ലെങ്കിൽ ഒരു ഗീതം 2 പ്രാവശ്യം താളമിട്ട് പറഞ്ഞ് പഠിക്കുക. അങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ നമുക്കിനി ഭാവിയിൽ പഠിക്കുന്ന കീർത്തനങ്ങളും നിലവിൽ സ്വരം എന്നുള്ള പാഠങ്ങളെല്ലാം പെട്ടെന്ന് പഠിക്കാം, എളുപ്പത്തിൽ മനസ്സിലാക്കാം.